എനിക്കിപ്പോൾ പറയാനുള്ളത് ബഹുമാനപ്പെട്ട പിണറായി സാർ ഇതൊന്നും കാണുന്നില്ലേ? കണ്ടിട്ട് ഇതിനൊന്നും ആക്ഷൻ എടുക്കാത്തത് എന്താണ്? വളരെ 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 വേദനാജനകമായിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. പിന്നെ ഈ ന്യൂസ് കണ്ടതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊക്കെ ഭയങ്കര വിഷമം തോന്നുക. അതിനേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പേടിയും കൂടിയാണ് മനസ്സിൽ വന്ന് പെട്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ന്യൂസ് കാണിക്കാം. ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ആൾക്ക് ചെറിയൊരു മുട്ടുവേദന വന്നതാണ്. മുട്ടുവേദന വന്നപ്പോൾ ആൾ ടൈലിൻ്റെ വർക്കാണ് ആക്ച്വലി. അപ്പോൾ ഈ മുട്ടുവേദന വന്നതിന് ശേഷം ഒന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്. വെറും മുട്ടുവേദനയ്ക്കാണ് പോയത് കേട്ടോ, ആലോചിക്കണം. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ കാനുലയിട്ടെടുത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കൈയാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ICUവിലേക്ക് മാറ്റി. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്നറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിപ്പിച്ചു. ഇരു കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ ണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. ഇങ്ങനെ തുരക്കണമെന്നിട്ടെന്ന് എനിക്ക് അറിയണ്ടായില്ലേ. ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു. അപ്പോൾ ഞാൻ കാലും കൈ നോക്കിയിട്ട് അടിച്ച് ആകിയതായി. അപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് കഴിയാറായി എന്നിട്ട് ഇതും കൂടി ചെയ്തു. കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലേ. കണ്ണിന് ഈ സനൂപ് പറയുന്ന ചെറുപ്പക്കാരന് വയ്യാത്തൊരച്ഛനും പിന്നെ ഒരു അമ്മയും ഒരു കൊച്ചു കുഞ്ഞാട്ടുള്ളത്. ഈ കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാള്. ആ വ്യക്തിയാണ് ഇപ്പോൾ ഈ ലൈഫ് തന്നെ നശിച്ചൊരവസ്ഥയിലിരിക്കുന്നത്. നശിച്ചു എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ക്രിമിനൽസ് കൂടി ഇയാളുടെ ജീവിതം ഇല്ലാണ്ടാക്കി എന്ന് പറയണതാണ് നല്ലത്. കാരണം ഈ പറയുന്ന വ്യക്തികളെ ഡോക്ടർ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഒരു ലേഡി 5 വർഷമായിട്ട് കത്രിക വയറ്റിൽ കൊണ്ട് കിടക്കുകയാണ്. വയറുവേദന എടുത്തിട്ട് ആ സ്ത്രീ ആ ഹോസ്പിറ്റലിൽ തന്നെ സമീപിക്കുമ്പോൾ അവർ വയറുവേദനയ്ക്കുള്ള ഗുളിക കൊടുത്ത് തിരിച്ചു വിടുകയാണ്. 5 വർഷം അത് വേദന സഹിച്ച് നടക്കുകയാണ്. ഇവർ യൂട്രസിന് ഒരു സർജറി ചെയ്തിട്ട് അവർ കത്രിക അതിൻ്റെ ഉള്ളിൽ വെച്ച് മറന്നു. ഒരു കത്രിക അതിൻ്റെ ഉള്ളിൽ വെച്ച് മറന്നു. എന്നിട്ട് അതിന് ആ സ്ത്രീ മാധ്യമങ്ങളോട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാനതിപ്പോ കാണിച്ചു തരാം. നിങ്ങളത് കത്രികയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രികയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടു കൂടിയാ പറയുന്നത്. വളരെ ലാഘവത്തോടു കൂടിയാ പറയുന്നത്. ഇവരുടെ വയറ്റിൽ ഒരു കത്രിക ഇല്ലെങ്കിൽ ഒരു 3-4 കത്രിക എടുത്ത് വെച്ചിട്ട് ഒരു 5-8 വർഷം കൊണ്ടു കിടക്കണം. അപ്പോഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇവര് ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ശരിയായിരിക്കും, അവർക്ക് ഭയങ്കര അവർ ഡെയിലി കാണുന്നതും അവർ പേഷ്യൻസിനെ കാണുന്നതും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇത് വളരെ കൂടുതലാണ്. കാരണം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ശരിക്കും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മളും പോയിട്ടുണ്ട്. അവിടെ നമുക്കും പേഷ്യൻസ് കുറച്ച് പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ നേഴ്സുമാരുടെ ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും വളരെ മോശം അവരുടെ പെരുമാറ്റമാണ്. കാരണം നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പേഷ്യൻറ്റിന് വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നത് തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിൻ്റെ ഏറ്റവും എന്താ പറയുക വളരെ മോശം സിറ്റുവേഷൻ ആകുമ്പോഴാണ് അവരൊന്ന് വന്ന് നോക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെ നിവർത്തിയോടുകൊണ്ടായിരിക്കാം പലരും അവിടെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകുന്നത്. കയ്യിൽ പൈസ ഇല്ലാത്ത സാധാരണക്കാരായിരിക്കും അവിടെ അധികവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ അവിടെ അഡ്മിറ്റ് ആവുമ്പോൾ ഇവരെ ഒരു പുല്ല് വിലയാണ്, ഒരു മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത പോലെയാണ് അവിടെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിസ്സാരമാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് അത്രയും ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊന്നും ഒരു സീരിയസേ അല്ല. കാരണം അവർ ഡെയിലി ഇത് കാണുന്നു. അവിടെ ഡെയിലി ഒരു 5-8 പേര് മരിക്കുന്നു, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ മരിക്കുന്നു. ഇവർ പല കാര്യങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ അവർക്ക് ഡെയിലി കണ്ട് ശീലമായി. ഇതിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മരിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ വല്ല ഓക്സിജനോ എന്തെങ്കിലും കൊടുത്താൽ അവിടെ കിടത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കുറച്ച് കഴിയുമ്പോൾ കൊടുക്കുക. ഇതൊന്നും സമയത്തിനല്ല അവിടെ കൊടുക്കുന്നത്. ഇത് നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് ചിലപ്പോൾ ആ മരുന്നിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, മറ്റേ പേഷ്യൻ്റ് പോയിട്ടുണ്ടാവും.
വളരെ വിഷമമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. നമുക്ക് അവിടെ ഒരു പേഷ്യന്റ് ചിലപ്പോൾ ചെറിയ അസുഖത്തിന് വന്നു കഴിഞ്ഞാലും അവിടുത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് ചിലപ്പോൾ അവർക്ക് വേറെ രീതിയിലേക്ക് പാനിക്കായിട്ട് പോകും. ഇത് അവിടുത്തെ ഡോക്ടേഴ്സും ഇവരെല്ലാവരും ചെയ്ത ഒരു വലിയ തെറ്റ് തന്നെയാണ്. കാരണം അവർ അറിയാണ്ട് ചെയ്തതല്ല, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള വലിയൊരു തെറ്റ് തന്നെയാണ്, വലിയൊരു ക്രൈം തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളാണ് അവർ പറയുന്നുണ്ട്. ഇവരെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ചിട്ട് ഇവരുടെ പേരിലാണ് എന്ന് വെച്ചാൽ ഇവർ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കണ്ണ് റിമൂവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ കൃഷ്ണമണി റിമൂവ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാന്ന് ഇവരുടെ അടുത്ത് പറയാത്തത്. വെറും മുട്ടുവേദനയ്ക്ക് വന്ന ഒരാളുടെ കണ്ണെടുക്കുന്നത്. പിന്നെ ഇവര് കയ്യിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, ഷുഗർ ഇല്ല, അതില്ല, അതെല്ലാം ഹൈ ആണ്. ഇതൊക്കെ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ അടുത്ത് പറയണം ഇത് എന്തിൻ്റെയാണ്. അല്ലാതെ ഇവർ വളർത്തിയ ഒരു അടിമേനെ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു മൃഗത്തെ കൊടന്നിട്ട് ഇവർ വെട്ടും കുത്തും അല്ല ചെയ്യുന്നത്. ഒരു മനുഷ്യ ജീവനാണ്. ഒരു മൃഗത്തിന് പോലും നമ്മൾ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനുഷ്യന് ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്യാൻ തരത്തിലുള്ള ഇതുപോലത്തെ ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ട് ഇവര് ചെയ്യുന്ന കളികള് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഈ ക്രൈം ചെയ്ത എല്ലാവർക്കും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നേ വേണം. പിന്നെ ഈ പറയുന്ന വ്യക്തികൾക്ക് ഈ ദുരനുഭവം ഉണ്ടായ ആ ഒരു എന്താ പറയാ സനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബം അവർക്ക് ലൈഫ് ലോങ് സെറ്റിൽമെന്റ് അവർ ചെയ്യണം. ഇയാൾക്ക് കണ്ണ് തിരിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുള്ള സംഭവങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാര് പൈസ ഇല്ലാണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാതെ ഇതുപോലുള്ള മെഡിക്കൽ കോളേജുകളിൽ സമീപിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടെ ചികിത്സ തേടി അവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ഏത് ഭാഗം ഏത് പാർട്ടാണ് ഏത് ഓർഗൻസ് ആണ് നമ്മുടെ നിന്ന് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ അറിയുന്നില്ല. കാരണം അവിടെ ഇത്രയും വലിയൊരു ക്രൈം നടക്കുകയാണ്. അവിടെ കാലിന് ചികിത്സയ്ക്ക് പോയാൽ കണ്ണെടുത്തു മാറ്റുന്നു, കണ്ണ് വേദനയ്ക്ക് പോയാൽ ചിലപ്പോൾ ഹാർട്ട് എടുത്തു മാറ്റുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ ചികിത്സ തേടേണ്ടത്? അതോ ഞങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ കിടന്ന് എന്താ പറയുക മരുന്ന് കിട്ടാണ്ട് ചത്തോട്ടെ ഇല്ലെങ്കിൽ മരിച്ചു പൊക്കോട്ടെ എന്നുള്ളൊരു ഇതാണെങ്കിൽ അതായിരിക്കും ഇതിനും ഭേദം എനിക്ക് തോന്നുന്നു. ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഇവർ മാറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ കിടന്നിട്ട് ചികിത്സിക്കാൻ പറ്റില്ല, കാശില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അത് അനുഭവിക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ഈ പയ്യൻ ചിലപ്പോൾ ഈ മുട്ടുവേദനയ്ക്ക് പോയില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ജീവിതം അതിന് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഈ ഒരു വേദന സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്നേ ഉണ്ടാവുള്ളൂ. ഇവർ ഈ പറയുന്ന പോലെ കാലിന് ചികിത്സയ്ക്ക് പോയിട്ട് കണ്ണെടുത്ത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ചോദിക്കുന്നത്. അതെന്താണ് അതിൻ്റെത്? അത് ക്ലിയർ ആക്കണം. ഞങ്ങൾക്ക് പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ എന്തിൻ്റെ പേരിലാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്? ഞങ്ങൾ കാശില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ വന്ന് അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ ഇവരുടെ ഈ പേക്കൂത്തെല്ലാം സഹിച്ച് അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളും ഇവരെടുത്തുകൊണ്ട് പോയി എന്നിട്ട് നമ്മളതും സഹിച്ച് വീട്ടിൽ നമ്മളതിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ് ആക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ. നമുക്കതിനെ കുറിച്ചിട്ട് ഇവർ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെക്കുറിച്ചിട്ട് ഇതില്ല. കംപ്ലൈൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ഇതിനൊരു നീതി കിട്ടണ്ടേ? ഞങ്ങളൊക്കെ എന്ത് വിശ്വസിച്ചിട്ട് വരണം സർ? ഇതിന് ദയവ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്രൈംസ് ഇതൊക്കെ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു ചേച്ചിയുടെ സർജറി കഴിഞ്ഞിട്ട് ആ കത്രിക ഉള്ളിൽ വെച്ചിട്ട് 5 വർഷം വരെ അത് കൊണ്ടു നടന്നു. ആ ഹോസ്പിറ്റലിൽ വീണ്ടും പോയപ്പോൾ അവർ പറയുന്നത് വയറുവേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തു വിടുന്നു. ഇതൊക്കെ നടക്കുന്നത് ഈ മെഡിക്കൽ കോളേജുകളിലാണ്. എന്താണ് അവിടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ഇതിനൊന്നും ഒരു വിലയില്ലേ അവിടെ? അതുകൊണ്ടാണോ ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജുകളുടെ ആവശ്യമേ ഇല്ല. ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പൈസ ഇല്ലെങ്കിൽ ചികിത്സിക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കടന്ന് ചത്തു പോവാണ് ഏറ്റവും ബെറ്റർ. ഇത് അവിടെ പോയിട്ട് നമ്മുടെ ജീവൻ അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇത്തരം ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഇനി ഒരു മനുഷ്യർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളൊന്നും എന്താ പറയുക, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ കുടുംബത്തിൻ്റെ മെയിൻ അത്താണിക്കായിരിക്കും ഈ ഒരു സംഭവങ്ങളൊക്കെ അനുഭവിക്കണത്. ആ കുടുംബം തന്നെ നശിച്ചു പോവുകയാണ് അതോട് കൂടിയിട്ട്.
ഒരിക്കലും ഇനി ഇങ്ങനത്തെ ഒരു അനുഭവം ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.